ഒരാൾക്ക് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കൺമണി പെണ്ണാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും പെൺകുട്ടികൾ ആദ്യത്തെ പ്രസവത്തിലുണ്ട്? കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? ആദ്യത്തെ കൺമണി പെണ്ണാണെങ്കിൽ അതിലൊരു ഖൈറുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നീ ആണാന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് അവന്റെ കർണക്കുറ്റിക്ക് അടിക്കണ്ട. കള്ള ഹൈവാന, നീ കാരണം എൻ്റെ എല്ലാ ബർക്കത്തും പോയി. അതിനൊന്നും ഉണ്ടാക്കണ്ട കേട്ടാ. ഖുർആൻ പറഞ്ഞതാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് തീരെ പരിഗണന കൊടുക്കാതെ കുഴിച്ചു മൂടിയിരുന്നപ്പോ ആ പെണ്ണിനോടൊപ്പം നിൽക്കാൻ അള്ളാഹുവും പരിശുദ്ധമായ ഖുർആനും. മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറയുന്നു, ഒരാൾക്ക് അള്ളാഹു ഖൈർ ബറക്കത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് എന്ത് കൊടുക്കും? പെണ്ണിനെ കൊടുക്കും. അള്ളാഹു ബറക്കത്ത് ഇരിക്കട്ടെ. ആ പെണ്ണിനെ പരിഗണിക്കുകയാണ് അള്ളാഹു. അവരെ പരിഗണന കൊടുക്കാൻ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ആൺമക്കളെയും പെൺമക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. മാത്രമല്ല, ആ പെണ്ണിനെ പരിഗണിക്കണം. ആ പെണ്ണിന് വസ്ത്രം നൽകണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവൾക്ക് വേണ്ട രീതിയിൽ ദീനീബോധം കൊടുക്കണം, ദീനി അവബോധമുള്ളവളാക്കി അവളെ മാറ്റണം. അങ്ങനെ അവൾക്ക് നല്ല ദീനീബോധം കൊടുത്ത് മാന്യമായ നിലയ്ക്ക് അവളെ വിവാഹം ചെയ്ത് അയച്ചാൽ, 3 പെൺമക്കളെ വൃത്തിയായി വിജ്ഞാനം കൊടുത്ത് അറിവ് കൊടുത്ത് മാന്യമായ ഒരു വരന്റെ കൈവശം നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമായെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ രക്ഷിതാക്കൾക്ക് സ്വർഗം ഉറപ്പാണ്. അപ്പൊ ഒരു സ്വഹാബി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇഥനൈനി യാ റസൂലല്ലാഹ്, 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്താൽ അതുപോലെ ലഭിക്കുമോ? കാരണം അയാൾക്ക് എത്ര മക്കളാണ് ഉള്ളത്? 2 പെൺകുട്ടികളാണ്. നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇഥനൈൻ, 2 പെൺകുട്ടികൾക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ച് പെൺമക്കൾക്ക് മതബോധം നൽകി മതനിഷ്ഠ നൽകി അള്ളാഹുലും റസൂലും പറഞ്ഞ നിലയ്ക്കും പരിപൂർണമായ ദീൻ അനുസരിച്ച് കൊണ്ടുള്ള ജീവിതം കൊടുത്ത് മാന്യമായ ഒരു വരന്റെ കൈവശം ഏൽപ്പിച്ചാൽ അവർക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കി എന്ന് പറഞ്ഞത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പഠിച്ചു വെക്കണം. അപ്പൊ പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്? ഇസ്ലാമിലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഒരു പെണ്ണിനുള്ളത്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ നൽകിയത്. കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു യുഗത്തിൽ നിന്ന് ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യം തന്നെ കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞത് പരിശുദ്ധ ദീനാണ്. ഇവിടെ ചില ആളുകൾ വാദിക്കുന്നുണ്ട്, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞു. പോലും ആര് പറഞ്ഞു സഹോദരങ്ങളെ? പഴയ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളതാകുന്ന വാദങ്ങളെ ഉന്നയിച്ചത് 947 മുമ്പ് ഇന്ത്യ രാജ്യം പരിപൂർണമായി കൈപ്പിടിയൊതുക്കിയിരുന്നതാകുന്ന സാമ്രാജ്യത്വ ശക്തികളോടുള്ള വിരോധത്തെ ഭാഷ വെച്ചിട്ടാണ്. അവരുടെ ഭാഷയാകുന്ന ഇംഗ്ലീഷ് ഭാഷ പഠിക്കണ്ട എന്നും അതുമായി നിലകൊള്ളണ്ട എന്നും പറഞ്ഞത് അവരിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നുള്ള അവരോടുള്ളതാകുന്ന വൈദേശിക ശക്തികളോടുള്ള വിരോധം കൊണ്ട് അക്കാലഘട്ടത്തിൽ ഉലമാക്കൾ ആ ഭാഷയോടുള്ള വിരോധം തീർത്തുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ എന്തല്ല, ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നല്ല. അവരിവിടുന്ന് പരിപൂർണമായി ചേക്കേറിപ്പോയി. ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ വൈദേശിക ശക്തികൾ വന്നിട്ട് പൂർണ്ണമായി കെട്ടുകെട്ടിപ്പോയത്, അത് ഇന്ത്യ രാജ്യമാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യത്തും വൈദേശികർ ഇപ്പോഴും അല്പമെങ്കിലും ഉണ്ട്. മനസ്സിലാക്കണം. അവർ പോയിട്ടുള്ള എല്ലാ രാജ്യത്തും. അതിനുശേഷം പിന്നീട് ഇവിടെ മക്കൾ വിദ്യാഭ്യാസം നുകരി ഇല്ലേ, എല്ലാവരും പഠിക്കുന്നു. മലപ്പുറത്തിന്റെ മക്കൾ പെൺകുട്ടികളടക്കം +1 +2 SSLCക്കും ഒക്കെ വലിയതാകുന്ന നിലയ്ക്ക് A+ വാങ്ങി കൂട്ടുന്നു. നമ്മുടെ മക്കളൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം കരഗതമാക്കുന്നു. അള്ളാഹു എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാതെ പെൺകുട്ടികൾക്ക് എന്ത് കൊടുക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് അന്ന് അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞു അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമാണ്, അത് വൈദേശിക ശക്തികളോടുള്ളതാകുന്ന വിരോധം കൊണ്ട് മാത്രം അന്ന് ആ സമയത്ത് അവർ ഉദ്ഘോഷിച്ചതാണ്. അത് പിൽക്കാലത്ത് വന്ന ഉലമാക്കൾ അത് മാറി പറഞ്ഞു. കാരണം പരിപൂർണമായി ഇവിടുന്ന് വൈദേശികതയെ തുരത്തി ഓടിച്ചു. 47 ശേഷം ഇവിടെ മക്കളൊക്കെ വിദ്യാഭ്യാസം നുകരാൻ, അറിവ് നുകരണം, അറിവിലേക്ക് എത്തണം. ഉതുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. ചൈനയിൽ പോയിട്ടാണെങ്കിലും അത്രയേറെ ദൈർഘ്യദൂരെ യാത്ര ചെയ്തിട്ടാണെങ്കിലും വിജ്ഞാനം നിങ്ങൾ കരഗതമാക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ. വിജ്ഞാനം തേടുക എന്നുള്ളത് ഒരു പെണ്ണിനെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം 2 പേർക്കും മുസ്ലിമീങ്ങളാണോ അവർക്ക് ഫർളാണ് എന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. മുസ്ലിമിൻ വ മുസ്ലിമ എന്നാ പറഞ്ഞത്. മുസ്ലിമിന് മാത്രമല്ല, മുസ്ലിമത്തായ സ്ത്രീക്കും അനിവാര്യമാണ് വിജ്ഞാനമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവളെ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ, അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ, അറിവിന്റെ വാതാനങ്ങളെ തുറക്കാൻ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു.
അവളെ വിജ്ഞാനം നുകർന്ന് നല്ലൊരു വിവാഹം ചെയ്തു കൊടുത്താൽ ആ വാപ്പാക്കും ഉമ്മാക്കും എന്തുണ്ട്? സ്വർഗം പ്രഖ്യാപിച്ചു പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇതിനെ തയ്യാറാകാൻ ഈ മതം അദ്ദേഹത്തെ പരിവർത്തനപ്പെടുത്താൻ കാടത്ത ഹൃദയവുമായി നിലകൊണ്ടിരുന്ന കുട്ടികൾ, പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന മനുഷ്യൻ തോളിലെടുത്ത് വെച്ചുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുന്ന യുഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ മാറ്റി. അവളെ ജീവിക്കാനുള്ളതാകുന്ന സ്വാതന്ത്ര്യം കൊടുത്തു, അവൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു, ഖൈറായ നിലയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു, അനുയോജ്യനാകുന്ന വരനെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഇതിലൂടെ അള്ളാഹു അവർക്കും നേട്ടം കൊടുത്തു. എന്ത്? നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇവിടെയാണോ ഇസ്ലാമിൽ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിൽ. ഇതൊക്കെ നമ്മുടെ തലമുറ പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ ആരെങ്കിലും സ്കൂളിൽ ഇരുന്ന് ഏതെങ്കിലും കൂട്ടുകാർ പറയുന്നത് കേട്ടുകൊണ്ട് ആ ശരിയാണ് ഈ ശരിയാന്ന് പറയലല്ല. തലേ തുണി ഇട്ടുകൊണ്ട് നടക്കണം. തലേ തുണി ഇടുന്ന എന്താ പ്രശ്നം? എന്താ? അപ്പോൾ പറഞ്ഞുതരാം, ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓരോന്നും ആയത്തും ഹദീസും കാലികമായ വിഷയം പറഞ്ഞുതരാം. നിങ്ങളൊന്നും ഇരുന്നാൽ മതി. അല്ലാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എന്താണ് ഇതിൻ്റെ വരും വരായികൾ? ഇന്നത്തെ കാലത്തുമായി ചേർത്ത് വെച്ച് നോക്കിയിട്ട് കാലികമായ ഒരു വിഷയം തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ശരിക്കൊന്ന് കേട്ടാൽ മതി. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അവൾ വിദ്യാഭ്യാസം കൊടുത്തു, നല്ലൊരു വരന്റെ കൈവശം ജീവിതം കൊടുത്തു. ഇനി ആ വരനാണ് അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്, ഉപ്പയല്ല. പിന്നെ അവളുടെ എല്ലാ ഉത്തരവാദിത്വവും ആ ചെറുക്കന്, പുതിയാപ്പിളയാണ്. അവനാണ് അവളുടെ എല്ലാ കാര്യങ്ങളും. പെണ്ണ് അപ്പോൾ സുരക്ഷിതത്വമായി ആരുടെ കൈവശമെത്തി? ആരുടെ കൈവശമെത്തി? ഭർത്താവിന്റെ കൈവശമെത്തി. അതുവരെ ഉപ്പയായിരുന്നു നോക്കിയിരുന്നത്. ഉപ്പയുടെ തണലിലാണ് ജീവിച്ചത്. ഉപ്പയാണ് താങ്ങും തണലുമായി രാവും പകലും അവൾക്ക് വേണ്ടി പ്രവാസ ലോകത്തും നാട്ടിലും പോയി അധ്വാനിച്ചത്. പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുത്ത പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയെ മറന്നുകൊണ്ട് അന്യസമുദായത്തിൽപ്പെട്ടതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവൾ കന്യരാകുന്ന ചെറുപ്പക്കാരുമായി പ്രണയം വെച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറയിലെ സഹോദരിമാർ മാറുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ അപഹാസ്യരായി നാളെ മാറും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കാലം അതിന് സാക്ഷിയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ അതിന് വ്യക്തമായ തെളിവാണ്. ഇന്ന് ഞാൻ ചുവടെ ചേർക്കുകയാണ്. അവസാനം ആരുടെ കൈവശമെത്തി? വരന്റെ കൈവശമെത്തി. പുതിയാപ്പള ഭർത്താവ്. അയാൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉപ്പ സൂക്ഷിച്ചതുപോലെ പിന്നെ ഭർത്താവ് കൊണ്ടു നടക്കാൻ എവിടെ പോയാലും അവൾക്ക് തന്റെ പകുതിയായിട്ടാണ് അവൻ മനസ്സിലാക്കുന്നത്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ സുൽസൈ ദീനിഹി. വിവാഹം ചെയ്യാൻ പുരുഷന്മാർ, അള്ളാഹുവിന്റെ റസൂൽ ബ്രഹ്മചാരിത്വത്തിൽ നിന്നും മാറിയിട്ട് അവരെ വിവാഹം ചെയ്യാൻ പുരുഷനെ അള്ളാഹു പ്രേരിപ്പിക്കുന്നു. ആരെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ അവൻ പരിശുദ്ധമായ ദീനിന്റെ 2 പരിപൂർണമായി പൂർത്തീകരിച്ചവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. ബാക്കിയുള്ള 3-1 ഇനി സൂക്ഷിച്ചാൽ മതി. നല്ല രീതിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോയാൽ മതി. 3-2 പൂർത്തീകരിക്കാൻ കാരണമായി ഒരു പെണ്ണിനെ വിവാഹം ചെയ്യലോടുകൂടിയെന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ അങ്ങനെ പറയുന്നത്? പെണ്ണിനെ സുരക്ഷിതത്വമില്ല. നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും കരുതുകയാണ് എന്ത്? ഞങ്ങൾ വിവാഹം ചെയ്യുന്നില്ല എന്ന് കരുതിയാൽ പെൺകുട്ടികൾ ഒറ്റപ്പെട്ടു പോകും. കാലത്തിനനുസൃതമായിട്ട് അവസാന കാലഘട്ടത്തിലേക്ക് പോകും. സ്ത്രീകൾ അനുപാതമായി എണ്ണത്തിൽ വർധന വരും. അപ്പൊ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ വരരുത്. അതിന് അന്യരാകുന്ന പുരുഷന്മാരെ പ്രേരിപ്പിക്കാണ്, നീ വിവാഹം ചെയ്യണം, വിവാഹം ചെയ്താൽ നീ ദീനിൽ 2 പൂർത്തിയാക്കിയവനായി എന്ന് പറഞ്ഞപ്പോൾ ആ ദീൻ വെച്ചുകൊണ്ട്, മതബോധം വെച്ചുകൊണ്ട് അവൻ വിവാഹം ചെയ്യാൻ തയ്യാറാവുകയാണ്. ദീനിന്റെ 2 ഭാഗം പൂർത്തീകരണം അൽഹംദുലില്ലാ നടക്കുമല്ലോ ഈ വിവാഹത്തിലൂടെ എന്ന് കരുതിക്കൊണ്ട് അൽഹംദുലില്ലാ നിയ്യത്ത് വെച്ച് വിവാഹം ചെയ്യുന്നു. ഇനി അവൻ 3-1 സൂക്ഷിക്കണം. എങ്ങനെ? അവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. അതുകൊണ്ടാണ് വിവാഹത്തിന് വരൻ്റെതാകുന്ന കയ്യിലേക്ക് വധുവിന്റെ പിതാവ് കൈപിടിച്ചിട്ട് പറയുന്നത് എന്താ? സവ്വജതുക വഅൻകഹതുക ബിൻതി ബിമഹ്റിൻ മബ്ലൗഹു 20 ദിർഹമൻ. 20 ദിർഹം സ്വർണ്ണനാണയത്തിന് നിശ്ചയിച്ച് നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞ് വിവാഹം ചെയ്തു കൊടുക്കാൻ. എങ്ങനെ? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മകളെ, എൻ്റെ കൺമണിയെ എനിക്ക് പ്രയാസമുണ്ടായതിൻ്റെ പേരിലല്ല. 18 വയസ്സ് വരെ എനിക്ക് ഏറ്റവും വലിയതാകുന്ന നിലയിൽ അവളെ സംരക്ഷണം ചെയ്തുകൊണ്ട് നിലകൊണ്ട ഞാൻ ഇനിയും വർഷങ്ങളോളം അവളെ പോറ്റാനുള്ള കഴിവ് എൻ്റെ ചുമലിനുണ്ട്, എനിക്കതിനുള്ള താക്കത്തുണ്ട്. പക്ഷേ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നത് അലാമ അമറല്ലാഹു തആല ബിഹി. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ചറപ്പ് കൽപ്പിച്ചതിന് പ്രകാരമാണ് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹും റസൂലും പറഞ്ഞതിന്റെ പേരിലാണ്.
ഇനി ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം ഉപ്പയുടെ കയ്യിലല്ല, മറ്റൊരു ചെറുപ്പക്കാരന്റെ കൈവശമാണ് എന്നതുകൊണ്ടാണ് ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളെ നീ താങ്ങായി തണലായി വർത്തിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകളെ കൊണ്ടു നടന്നതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കാൻ നിനക്ക് കഴിയണം. അവൾക്കുള്ള വസ്ത്രം, അവൾക്കുള്ള ഭക്ഷണം, അവളുടെ പാർപ്പിടം ഒക്കെ നിന്നിൽ നിക്ഷിപ്തമാണ്. അവളുടെ കിടപ്പാടം ഒക്കെ നിന്നിൽ നിക്ഷിപ്തമാണ്. അവളുടെ ശരീരം നിനക്ക് മാത്രം ഖാസായതാണ്. അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി പണയപ്പെടുത്താൻ പറ്റൂല. നിനക്ക് പ്രയാസമാകുന്ന ഒരു ഘട്ടം വന്നാൽ, നിനക്ക് ബുദ്ധിമുട്ടാകുന്ന ഘട്ടം വന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മകളെ എന്നിൽ തന്നെ തിരിച്ചു തരണേ എന്നുള്ള പ്രഖ്യാപനമാണ്, കരാറാണ്, ഉടമ്പടിയാണ് ഓരോ രക്ഷിതാക്കളും ഓരോ പിതാവും വരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകളുടെ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. നിക്കാഹിന്റെ വേദിയിലൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. പലരും ഇത് അറിയുന്നില്ല. എന്താണ് ഈ പറയുന്നത്? പറഞ്ഞെടുക്കുന്നല്ല, അറിയുന്നില്ല. എന്താണ് ഭർത്താവിന് ഭാര്യയെ വിളിക്കുന്ന എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പരിപൂർണമായി തീർത്തു കൊടുക്കാതെ നിലകൊള്ളല്ലേ മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരില്ലേ? കഫാബിൽ മർഇ സമാ അയ്യുളയ്യ മയഖൂത്. ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ നിലകൊള്ളുന്നവനാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ കുറ്റാണ് ചെയ്യുന്നത്, വലിയ പാതകമാണ്. നീ കള്ളുകുടിക്കുക, വ്യഭിചരിക്കൊന്നും വേണ്ട. നീ സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിട്ടിട്ട് നീ ഏർവാടിയിലും ഭീമാപ്പള്ളിയിലും മറ്റ് മക്കാമിലും ഒക്കെ പോയി അടയിരിക്കുക. ചിലരുടെ അങ്ങനെ ഉണ്ടല്ലോ, ഏർവാടിയിലൂടെയൊക്കെ ചെല്ലും, വീട്ടിലോട്ട് പോകാൻ മേലെ ഉസാദെ തരും. എന്താ വീട്ടിൽ പോയാലും അധ്വാനിക്കേണ്ടി വരും, മക്കളെ പോറ്റണം, അതാണ് വീട്ടിൽ പോകാൻ മേലാത്ത. ഇവിടെ വന്നിരിക്കുക റാഹത്തായിട്ട് അല്ലേ? കാണുന്നില്ലേ ഉടായിപ്പ് പരിപാടി? 5 പൈസ അത്തരത്തിലുള്ളവന് കൊടുത്തു പോരുത്. മക്കളും കുടുംബമൊക്കെ ഉണ്ട്, എന്നിട്ട് എങ്ങും പോകൂല, അധ്വാനിക്കൂല. ഏതെങ്കിലും മക്കാമി കയറി പച്ചയും പൊതിച്ചിട്ട് കൈവരിൽ 50 മോതിരം ഇട്ടിട്ട് യാഹു യാഹു എന്ത് യാഹു ഷെയ്ഹാന്നും പറഞ്ഞിരിക്കുകയാണ് മയിൽപീലിയായിട്ട്. കാട്ടിൽ കൂടെ പോകുന്നവനെയൊക്കെ മോത്തടിക്കുക. മയിൽപ്പീലി തന്നെ നജസാൻ, അതുകൊണ്ട് അടി കൊള്ളുന്നത് സൂക്ഷിച്ചോണം. മയിൽപ്പീലി എന്ന് പറഞ്ഞത് എന്താണ്? നജസാൻ. ആ സാധനം ഇട്ടിട്ട് ചിലർ തലയും കുനിച്ചു കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ അടിക്കോ, നല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എടാ, ആദരവും ബഹുമാനവും പുലർത്തേണ്ട നിലയ്ക്ക് പുലർത്തണം, വേണ്ട രീതിക്ക് ചെയ്യണം. നമ്മുടെ പള്ളിയിലുണ്ടല്ലോ സയ്യിദ് അവറുകൾ 150 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടേതാകുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ട് ദീനീ ദഅവത്ത് നടത്തി വഫാത്തായവർ. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നു, ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു, ഖത്ബ് ചൊല്ലുന്നു. അവരുടെ വിഷയത്തിൽ എല്ലാ വർഷവും സഫർ മാസം ഈ സമയമെത്തുമ്പോൾ 29-ന് അവരുടെ ആണ്ടിനോടനുബന്ധിച്ച് 4 ദിവസം മതവിജ്ഞാനവേദി കമ്മിറ്റി ഭാരവാഹികൾ വെച്ച് ഉലമാക്കൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ദീനിബോധം നൽകി ഭക്ഷണം, നല്ല തേങ്ങാച്ചോറ് വിതരണം നടത്തിയിട്ട് ആളുകൾക്കൊക്കെ സന്തോഷം നടത്തുന്നു. അതൊക്കെ വലിയ കൂലിയാണ്. അവരുടെ പേരിൽ മൗലിദ് ഓതുന്നു, മദ്ഹ് കീർത്തനങ്ങൾ ഉണ്ടാക്കുന്നു, അത്തരത്തിലുള്ള ഭക്ഷണം വെച്ചുകൊണ്ട് പാവങ്ങൾക്ക് സദഖ ചെയ്യുന്നു. അതൊക്കെ ഒരു കൂട്ടായ്മയാണ്, അതൊക്കെ വേണ്ടത് തന്നെയാണ്. പിന്നെ എന്താ പാടില്ലാത്തത്? ഖബറിങ്കൽ പോയുള്ള സുജൂദ്, അത് പാടില്ല. അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവനെ തിരുത്താനും ഈ സമുദായം തയ്യാറാകണം. ഖബറിങ്കൽ പോയി കടക്കുകയാണ് തലയും കുത്തി, പറ്റുമോ? അങ്ങനെ സുജൂദ് പറ്റുമോ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യസ്ജുദു ലി അഹദിൻ അഹദാ. ഹദീസ് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? ലാ യസ്ജുദു ലി അഹദിൻ അഹദാ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഞാനൊരു ഭാര്യയോട് പറയും, അല്ലയോ സഹോദരി, നീ നിന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിന്റെ അർത്ഥം എന്താ? ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്നാണോ? അല്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത്രയേറെ കടമ ആരോടുണ്ട്? ഭർത്താവിനോടുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ഔലിയാക്കളെ ഖബറിന്റെ സമീപം സ്വാലിഹീങ്ങളാണെന്ന് കണ്ടാൽ ആ ഖബർ ചുംബിക്കൽ അനുവദനീയമാണ്. പക്ഷെ ചുണ്ടുകൊണ്ടാണ് ചുംബനം, എന്തുകൊണ്ടല്ല? നെറ്റി കൊണ്ടല്ല. ചിലർ നെറ്റി വെച്ചിട്ട് ആണോ ചുംബനം. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്.
ചില ആളുകൾ ചുംബിക്കാൻ പോകും, ചുംബന എന്തായി മാറും? സുജൂദായി മാറും. അതൊക്കെ അദാബാണ്. നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷ കിട്ടും. ഇതാണ് മറ്റുള്ള വിദേഹത്തിന്റെ ആളുകൾ ഫോട്ടോ എടുത്തിട്ട് പറയും, ഏ കണ്ടില്ലേ സുന്നികൾ ആരും നോക്കുന്നില്ല, ലവൻ സുജൂദ് ചെയ്യുന്ന കണ്ടില്ലേ. അതായത് സുന്നികളെന്ന് പണ്ടേ പോലെ പറയുന്ന, നീ ചെവി കൊണ്ട് കേൾക്കണം, ഇത് ശരിക്കും കേട്ടോ ലൈവിലൂടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നമ്മളിത് പണ്ട് പോലെ പറയുന്ന, കേൾക്കാനുള്ള കാതുണ്ടാകണം, ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം. സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ആർക്ക് മാത്രം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹുവിന് മാത്രമേ സുജൂദ് പാടുള്ളൂ. അപ്പൊ ചുംബിക്കാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ചുംബിക്കാനും പോകണ്ട. കാരണം ഇപ്പൊ ഞാനിങ്ങനെ വന്നിട്ട് ഒരു കബറിങ്കൽ ഒന്ന് സുജൂദ് ഒന്ന് ചുംബിക്കാൻ വേണ്ടി വന്നപ്പോ എൻ്റെ പിറകിന് നോക്കുന്ന ആള് എന്ത് കാണൂല? ഞാൻ ചുംബിക്കുക എന്ന് കാണൂല. എന്താ കാണുക? ഞാൻ നെറ്റി വെച്ച് മുസ്ലിയാർ അവിടെ കിടക്കുന്നുണ്ട്, അപ്പൊ കുമ്മനസാഹ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊരു തെറ്റിദ്ധാരണ വരുമെന്ന് കണ്ടാൽ അത് ചെയ്യാതിരിക്കാനാണ് ഉത്തമമെന്ന് ഉലമാക്കൾ പറയാം. സൂക്ഷ്മത വെച്ചിട്ട് ചെയ്യാതിരിക്കുക, അത് ഒഴിവാക്കുക. കാരണം അത് ചുംബിക്കുന്നത് മറ്റുള്ളവരെ പുറകിൽ നോക്കുമ്പോൾ എന്തായിട്ട് തെറ്റിദ്ധരിക്കുമെങ്കിൽ, ഇയാൾ ഇവിടെ പോയി സുജൂദ് ചെയ്തു തെറ്റിദ്ധരിക്കുമെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്ര സൂക്ഷ്മത വെക്കണം ദീൻ. കാരണം നീ കാരണം മറ്റൊരാള് പാവപ്പെട്ടതാകുന്ന ഒരു വ്യക്തി, ആ വിഷയത്തിൽ വിവരമില്ലാത്തതാകുന്ന സാധുവായ മനുഷ്യൻ, അത്തരത്തിൽ സാധുക്കളാകുന്ന സഹോദരിമാർ തെറ്റിലേക്ക് അകപ്പെടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ? നല്ല കാപ്പി വരുന്നുണ്ട്. ഇനി എന്താ വേണം? ഇനി എല്ലാവരുടെയും ശ്രദ്ധ വരും കാപ്പിയിലേക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട് നോക്കട്ടെ? മതി. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമയം എത്ര മണി വരെ? 10 മണിയാകുമ്പോൾ നമുക്ക് നിർത്താം അല്ലേ? 10 പോരെ? അരമണിക്കൂർ കൂടെ പോരെ? അത് ദിവസമായി ചായ കുടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് സമയം സലാത്തിൽ പിരിയാ. അങ്ങനെയുണ്ട് കുറച്ച്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ പരിശുദ്ധമായ ദീൻ സമ്പൂർണ്ണ മതമാണ്. ആ ദീൻ അനുസരിച്ചുകൊണ്ട് നിലകൊള്ളുക. ഭർത്താവിൻ്റെ കയ്യിലേക്ക് വന്ന ഭാര്യയുടെ പരിപൂർണമായ സംരക്ഷണ ചുമതല പിന്നെ ആ ഭർത്താവിലാണ്. ആ പെണ്ണിന്റെ പരിപൂർണമായ സംരക്ഷണ ചുമതല ഭർത്താവാണ്. എല്ലാ കാര്യങ്ങളും തീർപ്പ് കൽപ്പിക്കുന്നു. അവരുടെ വസ്ത്രം നോക്കണം, ഭക്ഷണം നോക്കണം, അവരുടെ കിടപ്പാട് നോക്കണം, അവരുടെ ശരീരത്തിന്റെ വിശുദ്ധി, അവരുടെ കർമ്മത്തിന്റെ പരിശുദ്ധി ഒക്കെ ഭർത്താവാണ്. അതുകൊണ്ടാണല്ലോ ഒരു സുന്നത്ത് നോമ്പ് പിടിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ഭർത്താവിന്റെ അനുവാദം വേണം. നല്ല ദീനി ചിട്ടയനുസരിച്ച് ജീവിക്കണം. 5 വഖത്ത് നമസ്കാരം കറക്റ്റായിട്ട് നിലനിർത്തണം. ഒരു വഖത്ത് പോലും ഖളാ ആക്കരുത്. അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നവരാകണം. അങ്ങനെ ജീവിച്ചാൽ അവർക്ക് പരിപൂർണമായ സ്വർഗം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബതൻ, അവർക്ക് മാന്യമായ ജീവിതം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നല്ല ജീവിതം നയിച്ചാൽ ഉറപ്പാണ് സ്വർഗം. അങ്ങനെ ജീവിച്ചു നോക്കിയ ദാമ്പത്യ ജീവിതം. രാവിലെ അവ്വൽ വഖത്തിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഭാര്യ ഭർത്താവും ഒരുമിച്ച് നിന്നുകൊണ്ട് കൃത്യമായി നമസ്കരിക്കുന്നു. ഭർത്താവ് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു, മകനും ഒന്നിച്ചു പോവാൻ, ഉമ്മ മകളും ഒന്നിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കാരം നിർവഹിക്കുന്നു. അങ്ങനത്തെ ഒരു കുടുംബ ജീവിതം നമുക്കുണ്ടോ? ഉറപ്പായിട്ടും അല്ലാഹു ഐശ്വര്യം തരും. ഒരു പ്രയാസം ഉണ്ടാവൂല. അല്ലാഹു സംരക്ഷണം ഏറ്റെടുക്കും. സുബഹിയുടെ ജമാഅത്ത് ശ്രദ്ധിക്കുന്നവൻ, അതിന്റെ സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നവൻ ഒരു പ്രയാസം ഉണ്ടാവൂല. മൻ സല്ല സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക ലൗമി അലമുൻ ശഫീഉന റസൂലുള്ളാഹി. ഞാൻ എല്ലാ പ്രസംഗത്തിലും മിക്കപ്പോഴും പറയാറുള്ളതാണ്. പറഞ്ഞ് കേട്ടിട്ട് ഒരുപാട് ആളുകൾ അമൽ ചെയ്തതിന്റെ സന്തോഷം എന്നോട് പങ്കുവെച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ആരെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, ഫർളിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ആരെങ്കിലും നിസ്കരിക്കുകയും ആ നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിൽ ഓതുകയും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ അഥവാ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി നിസ്കരിക്കുകയും ചെയ്താൽ ലം യജിദുഹു ഫീ ദാലിക ലൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വേദനയോ ടെൻഷനോ വിഷമമോ ഒരു ദുഃഖമോ ഒരു വിരഹമോ പ്രയാസമോ അല്ലാഹുവിന് നൽകൂല എന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുബഹിക്കരിക്കാത്തവനോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് സുബഹി നിസ്കരിക്കണം. സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ അതിന് ഫർളിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്, റവാത്തി സുന്നത്ത് എന്ന ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള 10 മുഅക്കദായ സുന്നത്തുകളിൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ് ഏത്? സുബഹിയുടേതാകുന്ന 2 റക്അത്ത് സുന്നത്ത്.
തഹജ്ജുദല്ല. ഏതാ? ബാങ്ക് വിളിച്ച ഉടനെ 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഉസല്ലി സുന്നത്ത് സുബഹിൽ ഖബലിയത്തി റക്അത്തൈൻ ലില്ലാഹി തആല. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ, അലം നശ്റഹ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തതിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അതോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. ഒന്ന് നിസ്കരിച്ചു നോക്കിയേ. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചാൽ നബി തങ്ങൾ പറഞ്ഞു ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ. ഒരു ടെൻഷനും മേടിക്കണ്ട, ഒരു വിഷമം ഉണ്ടാവൂല, ഒരു ദുഃഖത്തിന്റെ വാർത്തയും അന്ന് നിനക്ക് കേൾക്കൂല. ചെയ്തു നോക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്. മുജറബാണ് ഞാൻ ഈ പറഞ്ഞത്, ഉത്തരം കിട്ടാൻ ഉറപ്പുള്ളതാണ്. നബിതങ്ങൾ പഠിപ്പിച്ചതാകുന്ന തിരുസുന്നത്തുകളൊക്കെ നമ്മൾ ഹയാത്താക്കി കൊണ്ടുവരാൻ വലിയ ഖൈറാണ്. അങ്ങനെ ഒരു ജീവിത ചിട്ട, ബാങ്ക് വിളിക്കുമ്പോൾ ഒരു വക്കത്തിൽ നമസ്കരിക്കുന്ന ഒരു ശീലം ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടായാൽ തീർച്ചയായും ഫലന്നുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. ഖുർആൻ പറയുന്നു, മാന്യമായ സന്തോഷകരമാകുന്ന നല്ല ഒരു ജീവിതം അള്ളാഹു അവർക്ക് കൊടുക്കും. ദുനിയാവിലും കിട്ടും, ആഖിറവും കിട്ടും. നമുക്കതൊന്നുമില്ല. രാവിലെ സുബഹിയുടെ സമയത്ത് കിടന്ന് ഉറക്കാൻ, അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ ഇങ്ങനെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ 2 മണിക്കാണ് കിടക്കുന്നത്, പിന്നെ അലാറം വെച്ചിരിക്കുന്നത് 8 മണിക്കാണ്. സുബഹിയില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ ഹയാത്ത് ത്വയ്യിബത്ത് കിട്ടൂല, നല്ല ജീവിതം കിട്ടൂല. അതാണ് ഇന്നത്തെ അവസ്ഥ. സാമ്പത്തികമായി ഞെരുക്കം, ശാരീരികമാകുന്ന പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ, ക്ഷീണം, ഷുഗർ, കൊളസ്ട്രോൾ, മറ്റ് അനുബന്ധ രോഗങ്ങൾ, കിഡ്നിക്ക് ട്രബിൾ, പല വിഷയങ്ങൾ, ബുദ്ധിമുട്ടായിട്ട് നിലകൊള്ളാൻ, എപ്പോഴും മാനസികമായ ടെൻഷൻ എല്ലാം ഉണ്ട്. പക്ഷെ ചിലതെന്തോ കുറവ് പോലെ എപ്പോഴും ടെൻഷനാണ്. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്താത്തത് കൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ ഒക്കെ ക്ലിയറാണ്. അള്ളാഹും റസൂലും എന്ത് പറഞ്ഞോ അതെടുക്കുക. അള്ളാഹും റസൂലും എന്തൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞോ അതൊക്കെ പരിപൂർണമായി ഒഴിവാക്കുകയും ചെയ്യുക. എങ്കിൽ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അള്ളാഹു സ്വർഗം നൽകും, ഉറപ്പാൻ. മാന്യമായ ജീവിതം നയിക്കുന്നു, അവർക്ക് മാന്യമായ ജീവിതം അള്ളാഹു ദുനിയാവിലും കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും. അവർക്ക് ആദ്യത്തെ ഒരു കൺമണി അത് പെണ്ണാണ് എങ്കിൽ ജീവിതത്തിൽ ഒന്നുകൂടി ബറക്കത്ത്. ഇനി ആൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ഒന്നുകൂടി ബറക്കത്ത് ചെയ്തു. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ബറക്കത്ത് വിവാഹം കൃത്യമായി നേരത്തെ നടക്കലും പ്രസവം ആദ്യമാകലുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവം വേഗമാകുക അതൊരു പെണ്ണിന്റെ ബറക്കത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നത്? കുറച്ചുകൂടെ പഠിക്കാണ്ട്, കുറച്ചുകൂടെ പഠിച്ചോട്ടെ, അല്ല പഠിച്ച് 30-40 വയസ്സ് കഴിയുമ്പോൾ വേറൊരുത്തൻ്റെ കുട്ടിയെ ചുമക്കുന്ന അവസ്ഥയാവും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് പ്രസവിക്കാൻ നോക്കിയിട്ട് മുക്കറയിട്ടിട്ടും പ്രസവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അത് അന്ന പ്രസവത്തിന്റെ സമയത്ത് ചെയ്യണമായിരുന്നു. ഇപ്പൊ അള്ളാഹു തആല അത് പിടിച്ചു വെച്ച്, യാ അല്ലാഹ്, ഇപ്പൊ പ്രസവിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ചികിത്സയുടെ പുറകെയാണ്. ഈ അടുത്ത് കരുനാപ്പള്ളി ഒരു സ്വദേശി ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഏകദേശം 55 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം ചികിത്സ നടത്തിയിട്ടുണ്ട്. എന്തിന്? ഒരു കുഞ്ഞിക്കാല് കാണാൻ. എന്നാലോചിച്ച് 55 ലക്ഷം രൂപ വലിയ വലിയ ഡോക്ടർമാരെ സമീപിച്ചിട്ട് അദ്ദേഹം ചികിത്സ നടത്തി ഒരു കുഞ്ഞിക്കാല് കാണാൻ. ആലോചിച്ചു, 55 ലക്ഷം ചെറിയ പൈസ അല്ലാണോ? ഗൾഫിൽ പോയിക്കുന്നു, കിട്ടുന്ന കാശൊക്കെ ലീവിന് വന്നിട്ട് വർഷത്തിലൊന്ന് വരും. 15 ലക്ഷം രൂപ 16 ലക്ഷം രൂപയൊക്കെയാണ് കൊണ്ടുപോയി ഡോക്ടർമാർക്ക് കൊടുക്കുന്നത്. അദ്ദേഹം പറയാൻ ലക്ഷക്കണക്കിന് രൂപ. അള്ളാഹു ഒന്ന് ഖളാ ചെയ്തിട്ടുള്ളതിനെ, ആ തഖ്ദീറിനെ നീ എടുത്തു മാറ്റരുത്. ഇന്ന് മിക്ക കുടുംബങ്ങളിലും അങ്ങനെയുണ്ട്. വിവാഹവും കഴിഞ്ഞിട്ട് കുട്ടികളാകാൻ നമ്മൾ വിചാരിച്ച ഉടനെ ആകും എന്നുള്ള ധാരണയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചാൾ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ പ്രശ്നം എവിടെയാണെന്നറിയോ? കൂടുതൽ വിഷയം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നതാകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ആരാ യൂട്യൂബ് ചാനൽ എപ്പോഴാണ് ഇവർ തുടങ്ങിയത്? വിവാഹം കഴിഞ്ഞ് കുറച്ചും കൂടെ എത്തിയിട്ട് ഡൈവേഴ്സ് വാങ്ങി വീട്ടിലുള്ളിരിക്കും. എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങും? എന്നിട്ട് അവർ പറയും സ്വാതന്ത്ര്യം ഇതിലാണ്, നല്ല സുഖമാണ്, റാഹത്താണ് എന്ന് കേൾക്കുമ്പോൾ വിവാഹം കഴിച്ചിട്ട് കഴിയുന്നതാകുന്ന കുടുംബങ്ങൾ, സഹോദരിമാർ, അവരും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ചിന്ത വരിക, കണ്ട അവൾക്ക് നല്ല വരുമാനമുണ്ട്, റാഹത്താണ്, ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. എന്നാ പിന്നെ എനിക്കും അങ്ങനെ നോക്കാന്ന് കരുതി ഇവളും എങ്ങനെയെങ്കിലും കുടുംബബന്ധം ഹലാസാക്കിയിട്ട് വീട്ടിൽ പോകാൻ തയ്യാറാകാൻ. എത്ര വലിയ മണ്ടിയാണ്! എന്താണ് നീ മനസ്സിലാക്കാത്തത്? നീ ഈ ലോകത്ത് മാത്രം ജീവിക്കേണ്ടവളാണോ? ഇവിടം കൊണ്ട് മാത്രമാണ് ജീവിതം ഒതുങ്ങുന്നത്. ആഖിറ നിനക്ക് വേണ്ടേ? ദുനിയാവ് നശ്വരമല്ലേ, നശിക്കുന്നതല്ലേ? 30, 40, 60, 70 വയസ്സ് കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് തീരാൻ. ആഖിറ കാലാകാലമാണ്. പരലോക ജീവിതമാണ് ശാശ്വതം, അനന്തമായ ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ഈ ദുനിയാവ് അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടം കൊണ്ട് നിന്റെ ജീവിതം തീരുന്നില്ല. ഉമ്മയുടെ ഗർഭാശയം ഒരു കാലയളവായിരുന്നു. ഇപ്പൊ ഈ ബൃഹത്തായ ദുനിയാവിലേക്ക് വന്നു. ഇവിടെ 60-70 വയസ്സ് കഴിയുമ്പോൾ നീ ഖബറിലേക്ക് പോകും, ഭൂമിക്കടിയിലേക്ക് പോകും. അവിടെ നിന്നും നിന്റെ ജീവിതം തീരുന്നില്ല. അവിടെ നിന്ന് മഹ്ശറയിലേക്ക് വരും. അവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകുന്നതാണ് എന്നെന്നും ശാശ്വതമായ ലോകം. ഒന്നില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം.
ആർക്കാണ് സ്വർഗം? ഈ രണ്ടാം ഘട്ടമാകുന്ന ദുനിയാവെന്ന ഈ ജീവിതത്തിൽ നല്ലതുപോലെ സുകൃതം ചെയ്തവന്, അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ചുള്ള ജീവിതം നയിച്ചവന് അൽ ജന്ന, അള്ളാഹു സ്വർഗം നൽകാൻ. ഇവിടെ കളിച്ചും രസിച്ചും മതിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പരിപൂർണമായി തൃണവൽഗണിച്ചും ജീവിച്ചവന് അന്നാർ, കത്തിച്ചൊലിക്കുന്ന നരകം അള്ളാഹു നൽകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിന്റെ ആയുസ്സിൽ അള്ളാഹും റസൂലും പറഞ്ഞിട്ടുള്ള ആയുസ്സിൽ പകുതി കഴിഞ്ഞു, 30 കഴിഞ്ഞവരുണ്ട്, 40ഉം 50ഉം 60ഉം എത്തിയതാകുന്ന ആളുകൾ, തലമുടിയും താടിരോമങ്ങളും ഒക്കെ നരച്ചവർ, അതിൽ പകുതിയും നരച്ചവർ, അതിൽ അല്പം നരച്ചുകൊണ്ട് മരണത്തിന്റെ ദൂത് വിളിയാളിനെയും കാത്തിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലേ? ഇനി എപ്പോഴാണ് നമുക്ക് മരണം വരിക? ഇനി എന്നാ നമ്മൾ നന്നാവുക? ഇത്രയും കാലം നമ്മൾ ജീവിച്ച ജീവിതം എങ്ങനെയായിരുന്നു? അതുകൊണ്ട് തന്നെ പെണ്ണേ, നീ നിന്റെ ശരീരത്തെ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണിന് ജീവിതം കൊടുക്കുന്നതാകുന്ന ഭർത്താവ് അവൻ ദീനിൽ 2 പൂർത്തീകരിച്ചവനാണ്. ആ പെണ്ണുമായിട്ട് മാന്യമായ ജീവിതം നയിച്ചാൽ അവർക്ക് തീർച്ചയായും ദുനിയാവും ആഖിറവും സന്തോഷകരമാണ്. ആ പെൺകുട്ടി ഒരു ഉമ്മയായാൽ ആ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. മാതാവാകുന്നതോടുകൂടി നിനക്കുള്ള സ്ഥാനം ഒന്നുകൂടി കൂടുകയാണ്. ഏതാ ഈ പെണ്ണ്? നേരത്തെ പറഞ്ഞ ഒന്നിൽ ചിന്തിച്ചേ. ഏതാ ഈ പെണ്ണ്? ഈ പെണ്ണിനെയാണ് പണ്ട് കുഴിച്ചു മൂടിയിരുന്നത്. ആ പെണ്ണിനെയാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം റസൂലുള്ളാഹി കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമിലൂടെ. ആ പെണ്ണിനാണ് മതബോധം കൊടുക്കണം, മതനിഷ്ഠ കൊടുക്കണം, നല്ല രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് രക്ഷിതാക്കളെ എന്ന് പരിശുദ്ധ ഇസ്ലാം വാഗ്ദാനം ചെയ്തത്. അതിലൂടെ മക്കളെ വളർത്താൻ തുടങ്ങി, പെൺകുട്ടികളെ വലിയ സ്നേഹലാളന കൊടുക്കാൻ തുടങ്ങി. ഇരിക്കുന്ന വാപ്പാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ആരോടാ? ആൺകുട്ടികളോടാണോ പെൺകുട്ടികളോടാണോ? നിങ്ങൾ പറയും, സത്യം പറയും. പെൺകുട്ടികളോടാണ്. അല്ലേ? പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ഏത് വാപ്പാക്കും ഉമ്മാക്കും. പ്രത്യേകിച്ച് വാപ്പമാർക്ക് ഭയങ്കര കാര്യമാണ്. ആൺകുട്ടികളെക്കാൾ ഒരു പ്രിയം, ഒരല്പം പ്രിയം ആരോടുണ്ടാവും? പെൺമക്കളുണ്ടാവും. അതുകൊണ്ടാണ് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന സമയത്ത് ക്യാമറാമാരുടെ ക്യാമറകളൊക്കെ എങ്ങോട്ട് തിരിയുന്നത്? വാപ്പയുടെ മുഖത്തേക്ക് തിരിയും. കാരണം വാപ്പ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒന്ന് നെഞ്ച് പിളരുന്നത്, മാനസികമായിട്ട് അദ്ദേഹത്തിന് ടെൻഷൻ വരുന്നത്. അതാണ് ഇത്രയും വർഷം തൻ്റെ പ്രിയപ്പെട്ട മകളെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉപ്പ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പുറത്ത് ആരെയും കാണിക്കൂല. ഏതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും ആരോടും പറയൂല, ഒരാളോടും പങ്കുവെക്കലുണ്ടാവൂല. അദ്ദേഹത്തിന് മാനസികമായ ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്, വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. വലിയ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം ആരോടായിരിക്കും? ഉപ്പായുടെ ആയിരിക്കും. ഉപ്പായുടെയാണ് ഭയങ്കര ഇഷ്ടം പെൺകുട്ടികൾ. കാരണം ഉപ്പ എപ്പോഴും ഒരു കെയറിങ് അവരോട് കൊടുക്കും, സ്വാഭാവികമാണ്. അത്തരത്തിൽ മനസ്സിന്റെ ഒരു ഇണക്കം ആരാ നിനക്ക് ഇട്ടുതന്നത്? അള്ളാഹുവും പരിശുദ്ധ ഇസ്ലാമും പ്രവാചകരുമാണ്. കുഴിച്ചുമൂടിയിരുന്ന ഒരു യുഗമായിരുന്നു. നമുക്ക് കഥ പറയാനുണ്ടത് പണ്ട് കാലങ്ങളിലെങ്കിൽ 1400 വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ മനസ്സിൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പലരുടെയും കണ്ണുകൾ നിറയുകയാണ്. പെൺമക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരിക്കാം അതിൻ്റെ കാരണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളും സാലിഹാത്തുകളും ചേർക്കട്ടെ. ആ മകളെ വിവാഹം ചെയ്ത് അയക്കുന്നതിലൂടെ നിനക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഭർത്താവിനും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. അവൾ പ്രസവിക്കുന്നതോടുകൂടി മാതാവ്, ഉമ്മ എന്ന വലിയൊരു പദവി, ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് മക്കളെ നിങ്ങളുടേതാകുന്ന സ്വർഗമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തോ ഇല്ലയോ? നിങ്ങൾ പറയും, സ്വാതന്ത്ര്യം കൊടുത്തോ ഇല്ലയോ? നിങ്ങൾ പറയും, കൊടുത്തു. ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഇസ്ലാമാണ് സ്വാതന്ത്ര്യം കൊടുത്തത്. ലോകത്ത് ഏത് മതമുണ്ട്? ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത്രയേറെ സ്ത്രീകൾക്ക് മഹത്വവും സ്ഥാനവും നൽകിയ ഏത് മതമാണ്, ഏത് പ്രത്യയ ശാസ്ത്രമാണ് ഇന്ന് ഈ ലോകത്ത് പറയാനുള്ളത്? നിങ്ങളുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗം. ഹബീബ് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ബദറിലേക്ക് ഒരു സഹാബി വരാൻ വേണ്ടി നിലകൊണ്ടു. ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ 1-ാം സ്ഥാനം അതിനാണ്.
ഒരുപാട് ധർമ്മസമരങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ നടന്നിട്ടുണ്ട് എങ്കിലും ഏറ്റവും സ്ഥാനം നൽകിയിട്ടുള്ളത് പരിശുദ്ധമായ ബദറിനാണ്. ഹിജ്റ 2-ാം വർഷം പരിശുദ്ധമായ റമളാനിന്റെ 17 നിറവിൽ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ പകൽ വെളിച്ചത്തിൽ നടന്ന മഹനീയമായ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ സ്വഹാബത്ത് തയ്യാറാകുമ്പോ ഒരു സഹാബി വരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്നി മഅക, ഞാനുമുണ്ട് തങ്ങളോടൊപ്പം. നബി ചോദിച്ചു, നിന്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അഹയ്യുൻ വാലിദതുക, നിന്റെ ഉമ്മ ഇപ്പോഴുമില്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം, ഉമ്മ ഉണ്ട്, സുഖമില്ലാതിരിക്കാൻ, വാപ്പ മരിച്ചുപോയതാണ്, ഉമ്മ ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഫഫീഹാ ജാഹിദ്, അവരിലാണ് നീ ജിഹാദ് ചെയ്യേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിന്റെ ധർമ്മസമരം നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വെള്ളം ആവശ്യമുള്ളപ്പോൾ വെള്ളം എടുത്തു കൊടുത്തിട്ടാവണം, ഉമ്മയ്ക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകിയിട്ടാകണം, ഉമ്മയ്ക്ക് കിടക്കാൻ വേണ്ടി കിടക്ക വിരിച്ചുകൊണ്ടാകണം, ഉമ്മയുടെ മലമൂത്ര വിസർജനങ്ങൾ പരിപൂർണമായി ഒഴിവാക്കി അവരുടെ ശരീരത്തെ കഴുകി ശുദ്ധീകരിച്ചിട്ടാവണം നിന്റെ ജിഹാദ്. പടക്കളത്തിലേക്ക് പടക്കോപ്പുകളുമായി പടയങ്കി ധരിച്ചുകൊണ്ട് വാളുമേന്തി വന്നതായ സ്വഹാബിയെ തിരിച്ചുവിട്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, നീ വരരുത്, നിന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്തു കൂടണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വന്തം പ്രിയപ്പെട്ട മൗറാജകന്റെ മകൾ ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ലാതെ വന്നപ്പോ പ്രവാചകർ പറഞ്ഞു, നിങ്ങളും ബദർ യുദ്ധത്തിൽ വരരുത്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക് ഖിദ്മത്തെടുത്ത് സേവനം ചെയ്ത് അവരുടെ രോഗങ്ങൾക്ക് ശുശ്രൂഷ പകർന്ന് ബദർ യുദ്ധത്തിന് വരാതെ മദീനയിൽ തന്നെ നിലകൊള്ളണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ബദർ യുദ്ധത്തിൻ്റെതാകുന്ന ശുഹദാക്കളുടെ പേരുകൾ വായിക്കുമ്പോ, അതിൽ പങ്കെടുത്തതാകുന്ന സ്വഹാബത്തിന്റെ പേര് വായിക്കുമ്പോ ഇന്നും നമ്മൾ വായിക്കും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അറിയണം എന്റെ തലമുറകൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്താണ് അതിനുള്ള കാരണം? സ്വന്തം ഭാര്യയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോ ആ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊള്ളാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുത്തു. മദീനയിൽ തന്നെ ഭാര്യയ്ക്ക് ഖിദ്മത്തെടുത്ത് സേവനം ചെയ്ത് നിലകൊണ്ടതാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും ബദർ ശുഹദാക്കളുടെ കൂട്ടത്തിൽ അഥവാ ബദരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉൾപ്പെടുത്തി. ഇന്നും നമ്മൾ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ അവരുടെ പേരുകൾ വായിക്കുമ്പോൾ 4ാമത്തെ പേര് മുഹമ്മദ് നബി കഴിഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ് അബൂബക്കറും ഉമറും കഴിയുമ്പോൾ 4ാമത്തെ പേരായി പറയുന്നത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഈ സമുദായത്തിന്റെ മക്കൾ അറിയണം. എന്തുകൊണ്ട് ഈ മഹത്വം കിട്ടി? റസൂലുള്ള പറഞ്ഞതിന് പ്രകാരം സ്വന്തം ഭാര്യയ്ക്ക് ഖിദ്മത്തെടുത്ത് കൂടേണ്ട സന്ദർഭത്തിൽ ഭാര്യയ്ക്ക് ഖിദ്മത്തെടുത്തവന് വരെ ബദർ ശുഹദാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹുവും റസൂലും ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോ ഒരു പെണ്ണിന് കൊടുക്കുന്ന മഹത്വം എത്ര വലുതാണ്. പഠിക്കണം ഈ സമുദായം ആണ്. ചില സമയത്ത് നമ്മൾ അവരെ ശുശ്രൂഷിക്കണം, ചില സമയത്ത് ഉമ്മാക്ക് ഖിദ്മത്തെടുക്കണം. നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുന്നു, സക്കറാത്തിന്റെ ഹാലിലാണ്, നീ ജുമഅയ്ക്ക് പോകണോ? നിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു, ജുമഅയുടെ സമയമാണ്, പക്ഷെ സക്കറാത്തിന്റെ ഹാലിലാണ്, നീ പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ വഫാത്താകാൻ ചാൻസ് ഉണ്ട്. പരിശുദ്ധ ശരീഅത്ത് പറയുന്നു, ഉമ്മയ്ക്ക് ഖിദ്മത്തെടുക്കണം, ഉപ്പാക്ക് ഖിദ്മത്തെടുക്കണം, നിന്റെ ജുമഅയേക്കാൾ വലുത് അതാണ്. ഫഫീഹാ ജാഹിദ്, അവരിൽ ജിഹാദ് ചെയ്യണേ, അതാണ് കർമ്മശാസ്ത്രം. അത് വാപ്പ എങ്ങനെയെങ്കിലും അയക്കുന്നത്, ഞാൻ പള്ളി പോയിട്ടല്ലോ, എൻ്റെ പള്ളി സുബഹിക്കരിക്കാത്ത ആളായവൻ ഇപ്പൊ ജുമാ കണ്ടപ്പോനെ അടക്കം തുടങ്ങി. മസല മനസ്സിലാകുന്നുണ്ട? അതാണ് പഠിക്കേണ്ടത്. ഇത് നമ്മുടെ സമുദായം പഠിക്കണം. മനുഷ്യത്വത്തിന് വില കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഉമ്മയ്ക്ക് വില കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഭാര്യയ്ക്ക് വില കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. സ്ത്രീകൾക്ക് വില കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. സ്ത്രീത്വത്തിന് വില പറയുന്നതാകുന്ന ഈ കാലയളവിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇസ്ലാം കൊടുത്ത സ്വാതന്ത്ര്യം പോലെ ലോകത്തൊരു മതവും നൽകിയിട്ടില്ല. ഇവിടെ മുതലാളിമാരും ലിബറസത്തിന്റെ വക്താക്കളും ഉറഞ്ഞു തുള്ളുന്നു. നിരീശ്വരവാദികൾ, ഈ 3 കൂട്ടരാണ് ഇന്ന് ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നത്. ഒന്ന് മുതലാളിമാർ, പണത്തിന്റെ പളപളപ്പിൽ വിരാജിക്കുന്നവർക്ക് എന്തുമാകാമെന്ന ചിന്താഗതിയുള്ളവർ. ഏത് പെണ്ണിനെയും ഏത് ഭാഗത്തേക്കും ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കും കൊണ്ടുവരാമെന്നുള്ള ധാർഷ്ട്യം മുതലാളിത്ത വർഗം. 1. 2, നിരീശ്വരവാദത്തിന്റെ ആളുകൾ, യുക്തിവാദത്തിന്റെ ആളുകൾ. പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല, ഏറ്റവും വലിയ ശത്രുവർക്ക് ഇസ്ലാമാണ്. ഇന്നും അതിലാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദികളാകുന്ന ചില ആളുകൾ, പേരുകൊണ്ട് നിരീശ്വരവാദം പറയുന്നവർ,
നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ഇല്ല എന്ന് പറയുന്നവരാണ്. പക്ഷെ ഇസ്ലാമിനെ മാത്രം ചാർജിയാണ്. കാരണം ഏറ്റവും ശരിയായ മതം ഏതാണെന്ന് അവർക്കറിയാം, പരിശുദ്ധ ഇസ്ലാമാണെന്നറിയാം. അതുകൊണ്ട് അവർ എപ്പോഴും കുറ്റം പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇന്ന് ധാരാളമുണ്ട്. ഇങ്ങനെ നിരീശ്വരവാദത്തിന്റെ ആളുകൾ. പിന്നെ മൂന്നാമത്തത് ലിബറലിസത്തിന്റെ വക്താക്കൾ, സ്വാതന്ത്ര്യം വേണമെന്ന് എപ്പോഴും സർവ്വസമയം വാദിക്കുന്ന ആളുകൾ. അവരൊക്കെയാണ് ഈ 3 കൂട്ടരാണ് ഇന്ന് ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയണം.